പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിങ്ങൾ നമ്മുടെ സ്കൂളിലെ ഓൺലൈൻ പഠന ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് 3-ാം ദിവസം നമ്മളിവിടെ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത് 9-ാം ക്ലാസ്സിലെ രസതന്ത്രം ക്ലാസ്സുകളാണ്. ക്ലാസ് എടുക്കുന്നത് ബുധനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകനായ അൻവർ എച്ച് സാറാണ്. ഇന്നലെ 8-ാം ക്ലാസ്സിൻ്റെ രസതന്ത്രം ക്ലാസ് ആയിരുന്നു. ഇന്ന് 9-ാം ക്ലാസ്സിൻ്റെ രസതന്ത്രം ക്ലാസ് എടുക്കുന്നതിനായി ആദരവോടുകൂടി ബഹുമാനപ്പെട്ട അൻവർ സാറിനെ ക്ഷണിക്കുന്നു. 9-ാം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ ആദ്യത്തെ പാഠഭാഗമാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠഭാഗം നമുക്ക് നോക്കാം. ആറ്റവും തന്മാത്രയും നിങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ആറ്റമാണ്. ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ മോളിക്യൂൾസ് കിട്ടും. അത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് കുറച്ച് സയൻറ്റിസ്റ്റിനെ പരിചയപ്പെടണം. അവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്തായിരുന്നു, ഡിസ്കവറി എന്തായിരുന്നു നോക്കാം. പിന്നെ ചില നിങ്ങൾ പഠിക്കാത്ത കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജോൺ ഡാൾട്ടൺ. അറ്റോമിക് തിയറി. ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. അറ്റോമിക് തിയറിക്കകത്ത് 2-3 പോയിന്റ്സ് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. ആറ്റംസ് എന്നറിയപ്പെടുന്ന ചെറിയ കണികകൾ കൊണ്ടാണ് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അറ്റോമിക് തിയറി കണ്ടുപിടിച്ചത്. അറ്റോമിക് തിയറിക്കകത്ത് ഒന്നാമത്തെ പോയിൻ്റാണ് നമ്മളിപ്പം പറഞ്ഞത്. എന്തുവാ? ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ആറ്റംസാണ്. രണ്ടാമത് പറയുന്നത് ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ നശിപ്പിക്കാനും പറ്റത്തില്ല, പുതുതായിട്ട് ഉണ്ടാക്കാനും പറ്റത്തില്ല. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പിന്നെ പറയുന്നത് ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്സ് ആർ സെയിം പ്രോപ്പർട്ടീസ്. ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്സ് ഹാവ് സെയിം പ്രോപ്പർട്ടീസ്. ഒരേ എലമെൻറ്റ്സിൻ്റെ എല്ലാ ആറ്റങ്ങൾക്കും ഒരേ ഗുണങ്ങൾ. പറഞ്ഞു മനസ്സിലായല്ലോ? ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ്. ഒരേ എലമെൻറ്റിൻ്റെ ആറ്റങ്ങൾക്ക് അല്ലെ ഒരേ മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് ഒരേ ഗുണങ്ങളാണ്. അപ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആകുമ്പോഴോ ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ പല മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് പല സ്വഭാവവും, ഒരേ മൂലകങ്ങളുടെ ആറ്റംസിന് ഒരേ സ്വഭാവമായിരിക്കും. പിന്നെ പറയുന്നത് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റം. ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് ഫോം ചെയ്യും. ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ സംയുക്തം ഉണ്ടാവും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഡാൾട്ടൺസ് അറ്റോമിക് തിയറിക്കകത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ആറ്റങ്ങൾ കൊണ്ടാണ്, ആറ്റം എന്ന് പറയുന്നത് ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പുതുതായിട്ട് ഉണ്ടാക്കാനും പറ്റത്തില്ല, നശിപ്പിക്കാനും പറ്റില്ല. മൂന്നാമത് പറഞ്ഞത് ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്സ് ഹാവ് സെയിം പ്രോപ്പർട്ടീസ്. സെയിം എലമെൻറ്റ്സിൻ്റെ ആറ്റത്തിന് സെയിം പ്രോപ്പർട്ടീസ് ആണ്. ഡിഫറെൻ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസിന് ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ പറഞ്ഞെന്തുവാ? സംയുക്തങ്ങൾ ഉണ്ടാകുന്ന അല്ലെ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് അല്ലെ ഡിഫറെൻ്റ് ആറ്റംസ്. പല ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഇതാണ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അപ്പോൾ പുള്ളി അല്ലെങ്കിൽ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പല എലമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തു. എവിടുന്ന്? ആ എലമെൻസിൻ്റെ കോമ്പൗണ്ട്, ലിക്വിഡ് സ്റ്റേറ്റുള്ള കോമ്പൗണ്ട് ചെയ്യും. മനസ്സിലായോ? Many elements are separated from compounds
ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് പല മെറ്റൽസിനെയും അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ എക്സാമ്പിൾ സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ സോഡിയം പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പല എലമെൻസിനെയും പല മെറ്റൽസിനെയും അതിൻ്റെ അക്വസ് സൊല്യൂഷനകത്തോട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് പുള്ളി ആ മെറ്റൽ പ്രിപ്പയർ ചെയ്യുണ്ടായി. അതാണ് ഹംഫ്രി ഡേവിയുടെ കണ്ടുപിടുത്തം. പിന്നെ മൈക്കിൾ ഫാരഡെ, അത് നിങ്ങൾ നേരത്തെ പരിചയമുള്ളതായിരിക്കും. മൈക്കിൾ ഫാരഡെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് മൈക്കിൾ ഫാരഡെ. മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ചത് ചില ലിക്വിഡ് സബ്സ്റ്റൻസിനെ നമുക്ക് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ലിക്വിഡ് സബ്സ്റ്റൻസിനെ അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇലക്ട്രോളിസിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നടത്തിയ സയൻറ്റിസ്റ്റാണ് മൈക്കിൾ ഫാരഡെ. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ദ ഡീകമ്പോസിഷൻ ഓഫ് സബ്സ്റ്റൻസസ് അണ്ടർ ദി പാസ് ഓഫ് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ പദാർത്ഥങ്ങൾക്ക് സംഭവിക്കുന്ന വിഘടനം അതിന് വിളിക്കുന്നവരാ എന്താ? ഇലക്ട്രോളിസ്. അപ്പോൾ ഇലക്ട്രോളിസിന് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ശാസ്ത്രീയമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് നമ്മുടെ മൈക്കിൾ ഫാരഡെ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡെ. അദ്ദേഹം ലോസ് ഓഫ് ഇലക്ട്രോളിസ് എന്ന് പറയുന്ന ലോസ് കണ്ടുപിടിച്ചത് നമ്മുടെ മൈക്കിൾ ഫാരഡെ. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് അറിയപ്പെടുന്ന 3 കണങ്ങളുണ്ട്, 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇവയാണ് 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ഒരു ആറ്റത്തിലെ 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിലാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതിൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ശ്രദ്ധിക്കുക, ഒരു ആറ്റത്തിലെ 3 ഫണ്ടമെൻ്റൽ പാർട്ടികളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇതാണ് മെയിനായിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ കണ്ടുപിടുത്തങ്ങൾ. ഇനി ഇതിനകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത്, ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്നവരെ ന്യൂക്ലിയസ്, അത് കണ്ടുപിടിച്ചത് റുദർഫോർഡാണ്. അത് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടാണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ആറ്റത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ്, അല്ലെങ്കിൽ സ്വർണ്ണത്തകിട് പരീക്ഷണം എന്ന് പറയും. അത് വെച്ചാണ് ആര് കണ്ടുപിടിച്ചത്? റുദർഫോർഡ് നമ്മുടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് പേര്. അത് നമുക്ക് നോക്കാം. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡ് ഫോയിലിൽ കൂടെ നമ്മൾ ആൽഫ പാർട്ടിക്കിളിനെ കടത്തിവിട്ടു. ആര് കടത്തിവിട്ടു? റുദർഫോർഡ് കടത്തിവിട്ടു. ആൽഫ പാർട്ടിക്കിൾ, അത് റേഡിയോ ആക്റ്റീവ് റേ ആണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലിനകത്ത്, സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിരിക്കുന്ന ഗോൾഡ് ഫോയിലിനകത്തൂടെ കടത്തിവിട്ടു. എന്നിട്ട് ഇതിനകത്തും പുള്ളിക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ റുദർഫോർഡ് കുറേ ഒബ്സർവേഷനകത്തുനിന്ന് കുറേ കൺക്ലൂഷൻ ഉണ്ടാക്കി. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഇത് ഗോൾഡ് ഫോയിലാണെങ്കിൽ ഈ ഗോൾഡ് ഫോയിലിൻ്റെ മിക്കവാറുമുള്ള സ്പേസിൽ കൂടെ എല്ലാം ഈ ആൽഫ പാർട്ടിക്കിൾ ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ കടന്നുപോയി. മനസ്സിലായോ? ഈ ഗോൾഡ് ഫോയിലാണെങ്കിൽ ഇത് അസ്യൂം ചെയ്തുകൊണ്ട് ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ മിക്കവാറുമുള്ള ആൽഫ പാർട്ടിക്കിളെല്ലാം കടന്നുപോയി. രണ്ടാമത് പുള്ളി പറഞ്ഞത്, കുറച്ച് ആൽഫ പാർട്ടിക്കിള് ഏതോ ഒരു സാധനത്തിൽ തട്ടി കുറച്ച് ഡീവിയേറ്റ് ചെയ്തു പോയി. ഉണ്ടോ? പുള്ളി പറഞ്ഞത് ഏതോ ഒരു സാധനത്തിൽ തട്ടിയിട്ട് കുറച്ച് ഡീവിയേറ്റ് ചെയ്തു പോയി. പിന്നെ പറഞ്ഞത് കുറച്ച് ആൽഫ പാർട്ടിക്കിള് ഏതോ ഒരു സാധനത്തിൽ തട്ടി നേരെ തിരിച്ചു പോകുന്നു, റീബൗൺസ് ബാക്ക്. അപ്പോൾ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ സ്വർണ്ണത്തകിട് പരീക്ഷണം എന്ന് പറയുന്നത് ഒരു ഗോൾഡ് സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പൂശിയിരിക്കുന്ന ഗോൾഡ് ഫോയിലിൽ കൂടെ ആൽഫ പാർട്ടിക്കിൾ കടത്തിവിട്ടപ്പോൾ ആദ്യം പുള്ളിക്കാരൻ കണ്ടെന്തുവാ? മിക്കവാറും ഉള്ള ആൽഫ പാർട്ടിക്കിളെല്ലാം എന്ത് ചെയ്തു? ഇതിനകത്തൂടെ ഈ ഗോൾഡ് ഫോയിലിനകത്തൂടെ കടന്നുപോയി.
രണ്ടാമത് കണ്ടത് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ടു ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. രണ്ടാമത് കണ്ടത് എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് വിത്ത് സ്മോൾ ആംഗിൾസ്. കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു പോയിട്ട് കണ്ടുപിടിച്ചു. പിന്നെ കണ്ടുപിടിച്ചത് എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ റീബൗണ്ട്സ് ബാക്ക് വിത്ത് നിയർലി ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി. ഏകദേശം 180 ഡിഗ്രിയിൽ ആംഗിളിൽ ഇത് തിരിച്ചു വരുന്നതായിട്ട് കണ്ടുപിടിച്ചു. ഇതാ പുള്ളി കണ്ടുപിടിച്ച 3 ഒബ്സർവേഷൻസ്. എന്നിട്ട് ഇതിനകത്തുനിന്ന് പുള്ളി ഈ 3 ഒബ്സർവേഷനും 3 കൺക്ലൂഷൻസ് ഉണ്ടാക്കി. ആദ്യത്തെ ഒബ്സർവേഷൻ എന്തായിരുന്നു? മിക്കവാറുള്ള ആൽഫ പാർട്ടിക്കിളെല്ലാം കടന്നുപോയി. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ടു ദി ഗോൾഡ് ഫോയിൽ ബിക്കോസ് ദ മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ഒരു ആറ്റത്തിൻ്റെ അകത്തെ സ്പേസ് മൊത്തം എംപ്റ്റി, ശൂന്യതയാണ്, ഒന്നുമില്ല. അതുകൊണ്ടാണ് മിക്കവാറുള്ള ആൽഫ പാർട്ടിക്കിളെല്ലാം ആ ഗോൾഡ് ഫോയിലിനകത്തൂടെ കടന്നു പോയെന്ന് പുള്ളി കൺക്ലൂഡ് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞെന്തുവാ? കുറച്ച് ആൽഫ പാർട്ടിക്കിൾ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയി. കാരണം എ മാസീവ് പാർട്ട് ഹാസ് കോൺസെൻട്രേറ്റ് അറ്റ് സെൻറ്റർ. ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ടെന്ന് കണ്ടുപിടിച്ചു? ഒരു മാസുള്ളൊരു ഭാഗം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത് കണ്ടുപിടിച്ചത് ഒരു മാസുള്ള മാസീവ് പാർട്ട് ഹാസ് ടു ബി കോൺസെൻട്രേറ്റ് അറ്റ് സെൻറ്റർ. ആ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു മാസുള്ളൊരു ഭാഗം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. മൂന്നാമത് പറഞ്ഞത് എന്തുമായിരുന്നു? ചില ആൽഫ റേസ് എന്തിലോ തട്ടി തിരിച്ചു പോകുന്നല്ലേ പറഞ്ഞത്. അതിനകത്തുനിന്ന് പുള്ളി കൺക്ലൂഡ് ചെയ്തത് ദ മാസീവ് പാർട്ട് ഹാസ് എ നെഗ്ലിജിബിൾ വോളിയം. ഈ മാസുള്ള ഭാഗത്തിന് അതിൻ്റെ വ്യാപ്തം തീരെ ചെറുത്, അല്ലെങ്കിൽ തീരെ ചെറുതാണ് ആ സാധനം എന്ന് കണ്ടുപിടിച്ചു. അതിന് പുള്ളി പേര് കൊടുത്തു ന്യൂക്ലിയസ് എന്ന് പേര്. ന്യൂക്ലിയസ്. അപ്പം ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാ? റുദർഫോർഡാണ്. ഈ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് മുഖേനയാണ് എന്ത് കണ്ടെത്തിയത്? ഈ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ഈ ന്യൂക്ലിയസ് കണ്ടെത്തി ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തുവാ? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുനിന്ന് പുള്ളി ഒരു ന്യൂക്ലിയർ മോഡൽ, ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കി. ന്യൂക്ലിയർ മോഡലല്ല, ഒരു ആറ്റം മോഡൽ ഉണ്ടാക്കി. അതിന് നമ്മൾ വിളിക്കുന്നവരാ പ്ലാനറ്ററി മോഡൽ എന്ന് വിളിക്കും. പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ മലയാളത്തിൽ പറയും സൗരയൂഥ മാതൃക എന്ന് പറയും. സൗരയൂഥം എന്തുവാ? പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തുവാ? സെൻട്രൽ ആരാ? സണ്ണ്. അതിന് ചുറ്റും ആരാ? പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? പ്ലാനറ്റ്സ് ആർ റിവോൾവിങ് അറൗണ്ട് സൺ. അതാണ് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പോൾ ആ സോളാർ സിസ്റ്റത്തെ ഇതിനോട് അസ്യൂം ചെയ്തു. ഏത് മാതിരി? ഈ ആറ്റം മോഡലിനോട് പുള്ളി കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്ത് എങ്ങനെയായിരുന്നു? സണ്ണിന് പകരം ഇവിടെ ന്യൂക്ലിയസും പ്ലാനറ്റ്സിന് പകരം ഇലക്ട്രോൺസും ആണെന്ന് കണ്ടുപിടിച്ചു. സണ്ണിന് പകരം ന്യൂക്ലിയസും പ്ലാനറ്റ്സിന് പകരം ഇലക്ട്രോണും ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആസ് ദി ഇലക്ട്രോൺസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആസ് ദ പ്ലാനറ്റ്സ് റിവോൾവിങ് അറൗണ്ട് ദ സൺ. പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്ന പോലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും കറങ്ങുന്ന ആര് കണ്ടുപിടിച്ചു? നമ്മുടെ റുദർഫോർഡ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഈ മോഡൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു. ഏതുപോലെ? സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്ന പോലെ ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു എന്ന് ആര് കണ്ടുപിടിച്ചു? റുദർഫോർഡ് കണ്ടുപിടിച്ചു. മനസ്സിലായി? അപ്പോൾ റുദർഫോർഡ് പ്രോട്ടോണും കണ്ടുപിടിച്ചത് റുദർഫോർഡാണ്. നമ്മുടെ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചതും റുദർഫോർഡാണ്. ആറ്റത്തിൻ്റെ കേന്ദ്ര സ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാ? ന്യൂക്ലിയസ്. നമുക്കറിയാം ഒരു ആറ്റത്തിന് 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇതിന് നെഗറ്റീവ് ചാർജാണ്. ഇതെന്തില്ല? ചാർജില്ല. മനസ്സിലായാലും ഒരു ആറ്റത്തിന് 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺസ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് റുദർഫോർഡ് കണ്ടുപിടിച്ചു. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ജെ തോംസൺ കണ്ടുപിടിച്ചു. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ചാഡ്വിക് കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ മാസ് ഉണ്ട്. ഏതിൻ്റെ മാസാണ്? നമ്മുടെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിനും ഇലക്ട്രോണിനും മാസുണ്ട്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ ഇത്രയുമാണ് 1837 ഒരു പാർട്ടാണ്. ആരുടെ മാസ് എന്ന് പറയുന്നത്? ഇലക്ട്രോണിൻ്റെ മാസ്. ഒന്നിനെ ഇത്രയും പാർട്സായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു ഭാഗം എന്ന് വെച്ചാൽ നെഗ്ലിജിബിൾ, തീരെ കുറവാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്.
അപ്പോൾ അത്രയും ചെറുതാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ്റെ മാസിനോട് ഈക്വൽ ആണ്. ഏത്? പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ടല്ല. അതായത് സെൻട്രൽ പാർട്ടാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു ആറ്റത്തിനകത്ത് 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ആരൊക്കെയാണ്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. ചാർജ്ലെസ് ഒരു ആറ്റത്തിലെ ചാർജ്ലെസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ന്യൂട്രോണാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ന്യൂക്ലിയസിനകത്ത് സ്ഥിതി ചെയ്യുന്ന 2 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോണും ന്യൂട്രോണും. മനസ്സിലായ പറഞ്ഞത്? ഒരു ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞത്? ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിനകത്ത് സ്ഥിതി ചെയ്യുന്ന 2 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോണും ന്യൂട്രോണും. അതുകൊണ്ട് ഇവയെ നമുക്ക് കളക്റ്റീവായിട്ട് പേര് പറയാം, ന്യൂക്ലിയോൺസ് വിളിക്കാം. ന്യൂക്ലിയോൺസ് എന്താ പറഞ്ഞേ? പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിനകത്താണ്. അതുകൊണ്ട് ഇവയെ കളക്റ്റീവായിട്ട് ഇവയെ രണ്ടുകൂടെ നമുക്ക് ചേർത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്, ന്യൂക്ലിയോൺസ് വിളിക്കും. ന്യൂക്ലിയോൺസ്. കാരണം എന്താണെന്ന് പറഞ്ഞത്? എന്താ? പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്നാണ് പറഞ്ഞത്? ന്യൂക്ലിയസിനകത്ത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നവരെ ന്യൂക്ലിയോൺസ്. മനസ്സിലായല്ലോ? അപ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അതിനകത്ത് 2 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്, അതിനെ വിളിക്കുന്നവരെ ന്യൂക്ലിയോൺസ് വിളിക്കും. പിന്നെ ഈ ന്യൂക്ലിയസിൻ്റെ പുറമെ ഷെല്ലുകളുണ്ട്. ഷെല്ലല്ലേ ഓർബിറ്റ് എന്ന് പറയും. ഷെല്ലല്ലേ ഓർബിറ്റ്. അതിനകത്താണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഷെല്ലല്ലേ ഓർബിറ്റിലാണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് ബോർ ആറ്റം മോഡൽ എന്ന് പറഞ്ഞ് പഠിക്കാം. അപ്പോൾ അതിനകത്ത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബോർ ആറ്റം മോഡൽ. ബോർ സാധാരണ നമ്മൾ ഇപ്പം പഠിക്കുന്നത് ബോർ ആറ്റം മോഡലാണ് പഠിക്കുന്നത്. ഒരു ആറ്റത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ബോർ ആറ്റത്തിനെ ബേസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ബോർ പറഞ്ഞ് അടുത്ത നമ്മൾ പഠിക്കുന്നത് ബോർ ആറ്റം മോഡലാണ്. ബോർ ആറ്റം മോഡലിൽ കുറച്ച് പോസ്റ്റ്ലേറ്റ് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത്, ദി ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് പാത്ത്. ദാറ്റ് പാത്ത് ഈസ് കോൾഡ് ഓർബിറ്റ് ഓഫ് ഷെൽ. These are numbered as 1, 2, 3, etc. or KLMN, etc. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ബോർ പറയുന്നത് ഇലക്ട്രോൺസുകൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്നറിയപ്പെടുന്ന നിശ്ചിത പാതയിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ പാതയ്ക്ക് പറയുന്നവരെ ഷെല്ലല്ലേ ഓർബിറ്റ്. മനസ്സിലായില്ല പറഞ്ഞത്? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള പാതയിൽ കൂടെ അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒന്നാമത്തെ പോസ്റ്റിലേക്ക് ബോർ പറയുന്നത്. അപ്പോൾ അതിന് ആ ഓർബിറ്റുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓർബിറ്റ് കെ ഷെൽ, രണ്ടാമത്തെ ഓർബിറ്റ് എൽ ഷെൽ, മൂന്നാമത്തെ ഓർബിറ്റ് എം ഷെൽ, നാലാമത്തെ ഓർബിറ്റ് എൽ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിനെ നമുക്ക് എന്തെന്ന് പറയാം? കെ ഷെൽ. രണ്ടാമത്തെ ഷെല്ലിനെ എൽ ഷെൽ, മൂന്നാമത്തെ എം ഷെൽ, നാലാമത്തെ എൻ ഷെൽ. ഇങ്ങനെ ഉണ്ടോ? അപ്പോൾ ബോറിൻ്റെ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിൻ്റാണ് പറഞ്ഞേക്കുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് ഷെൽ എന്നറിയപ്പെടുന്ന പാത്തിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് പാത്ത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫിക്സഡ് പാത്തിൽ കൂടി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാത്തിന് പറയുന്ന പേര് ഷെൽ അല്ലെ ഓർബിറ്റ് എന്ന് പറയും. ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയും. ഈ ഓർബിറ്റിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏതാ? KLMN. അല്ലെങ്കിൽ ഒന്നാമത്തെ ഷെൽ, ഇത് രണ്ടാമത്തെ ഷെൽ, മൂന്നാമത്തെ ഷെൽ, നാലാമത്തെ ഷെൽ. കണ്ടോ? ഒന്നാമത്തെ ഷെല്ലിനെ കെ ഷെല്ലെന്നും, രണ്ടാമത്തെ ഷെല്ലിനെ എൽ ഷെല്ലെന്നും, മൂന്നാമത്തെ ഷെല്ലിനെ എം ഷെല്ലെന്നും, നാലാമത്തെ ഷെല്ലിനെ എൻ ഷെല്ലെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ല് ഏതാ? കെ ആണ്. തൊട്ടടുത്തത് എൽ, പിന്നെ എം, ഇങ്ങനെ പോകും. കണ്ടോ? അപ്പോൾ ബോറിൻ്റെ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പറഞ്ഞു, electrons are revolving around the nucleus in a fixed path. That path is called orbit of shell. They are numbered as 1, 2, 3, 7. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, these orbits have a definite amount of energy. Therefore, they are called energy levels.
ഈ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെല്ലിന് കുറച്ച് ഊർജ്ജമുണ്ട്. അതുകൊണ്ട് അവയെ നമ്മൾ വിളിക്കുന്ന പേരാ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് വിളിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഒന്നാമത്തെ ഷെല്ലിന് ഊർജ്ജമുണ്ട്, രണ്ടാമത്തെ ഷെല്ലിന് ഊർജ്ജമുണ്ട്, മൂന്നാമത്തെ ഷെല്ലിന് ഊർജ്ജമുണ്ട്, നാലാമത്തെ ഷെല്ലിന് ഊർജ്ജമുണ്ട്. അപ്പോൾ ഇവയെ ഊർജ്ജ നിലകളെന്നാണ് വിളിക്കുന്നത്. ഏതിന്? ഈ ഷെല്ലുകൾക്ക് വിളിക്കുന്ന പേരാ ഊർജ്ജ നില. കാരണം എന്താ? ഓരോ ഷെല്ലിനും എന്തുണ്ട്? എനർജി ഉണ്ട്, അല്ലെ ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും ഊർജ്ജ നിലകളെന്ന് വിളിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, an electron jump from higher energy level to lower or lower energy level to higher, it lose or gain energy. എന്ന് പറഞ്ഞാൽ ഇവയ്ക്കെല്ലാം എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഊർജ്ജം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒന്നാമത്തെ ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോണിന് ഊർജ്ജമുണ്ട്, അല്ലേ? അതിന് എനർജി കിട്ടുമ്പോൾ, ഊർജ്ജം കൂടുതൽ കിട്ടുമ്പം അവന് മേളിലത്തെ ഷെല്ലിലോട്ട് ജമ്പ് ചെയ്യും. കണ്ടോ? അപ്പം താഴത്തെ എനർജി ലെവലിൽ കിടക്കുന്ന, താഴത്തെ ഊർജ്ജ നിലകളിൽ കിടക്കുന്ന ഇലക്ട്രോണിന് എനർജി കിട്ടുമ്പോൾ, ഊർജ്ജം കിട്ടുമ്പോൾ എങ്ങോട്ട് ചാടും? അവൻ മേളിലോട്ട് ചാടും, അല്ലേ? ഇനി മേളിൽ നിൽക്കുന്നവന് എനർജി കുറയുവാണെങ്കിലോ, ഇവിടെ ഇലക്ട്രോൺ നിൽക്കുക, അതിന് എനർജി കുറയുവാണെങ്കിൽ അവൻ താഴോട്ട് വരും. കണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു, അപ്പോൾ എനർജി കൂടി നിൽക്കുക, അല്ലേ? ക്രിസ്മസ് പരീക്ഷ ആയപ്പോൾ മാർക്കും കുറഞ്ഞു, അപ്പോൾ അവൻ എങ്ങോട്ട് വന്നു? താഴോട്ട് വന്നു. അത്ര വലുതായി. ഇപ്പോൾ മാർക്ക് കുറയുമ്പോൾ റാങ്ക് താഴോട്ട് വരും, മാർക്ക് കൂടുമ്പോഴോ റാങ്ക് മേളിലോട്ട് പോകും. എന്ന് പറഞ്ഞ പോലെ എനർജി കൂടുമ്പോൾ ഇവ ഹയർ എനർജി ലെവലിലോട്ട് പോകും, ഊർജ്ജം കൂടുതലുള്ള ഊർജ്ജ നിലകളിലേക്ക് പോകും. ഊർജ്ജം കുറയുമ്പോഴോ അവൻ താഴ്ന്ന ഊർജ്ജ നിലകളിലേക്ക് വരും. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ പറയുന്നത്. ഒന്നാമത് പറയുന്നത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാത്തിന് നമ്മൾ വിളിക്കുന്ന പേരെ, ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാതയ്ക്ക് വിളിക്കുന്ന പേരെ ഓർബിറ്റ് അല്ലെ ഷെൽ. പിന്നെ പറഞ്ഞെന്തുവാ? ഈ ഷെല്ലുകൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, KLMN, അല്ലെങ്കിൽ 1, 2, ഒന്നാമത്തെ ഷെൽ, രണ്ടാമത്തെ ഷെൽ, മൂന്നാമത്തെ ഷെൽ, നാലാമത്തെ ഷെൽ, ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞെന്തുവാ? ഈ ഷെല്ലുകൾക്ക് ഊർജ്ജം ഉണ്ടെന്ന് പറഞ്ഞു, ഊർജ്ജം. അതുകൊണ്ട് അല്ലെ എനർജി ഉണ്ട്, അതുകൊണ്ട് ഇതിനെ എനർജി ലെവൽസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഊർജ്ജ നിലകളെന്ന് വിളിക്കും. പിന്നെ നമ്മളത് പറഞ്ഞെന്തുവാ? ഇലക്ട്രോൺസ്, ഹയർ എനർജി ലെവലിൽ നിൽക്കുന്ന ഇലക്ട്രോൺസിന് എനർജി കിട്ടുമ്പോൾ, ഹയർ എനർജി ലെവലിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ് എനർജി കുറയുമ്പോൾ താഴോട്ട് വരും. താഴെ എനർജി ലെവലിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ് എനർജി കിട്ടുമ്പോൾ ഹയർ എനർജി ലെവലിലോട്ട്. An electron jump from higher energy level to lower or lower energy level to higher, it lose or gain energy. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ താഴോട്ട് വരുമ്പോൾ എനർജി കുറയും, ഇലക്ട്രോൺ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എനർജി കൂടും എന്നാണ്. ഇതാണ് ബോർ മോഡൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് അറ്റോമിക് നമ്പർ എന്താണെന്ന് പഠിക്കണം. അറ്റോമിക് നമ്പർ, അറ്റോമിക് നമ്പർ നമ്മൾ Z എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് എഴുതുന്നത്. അറ്റോമിക് നമ്പർ, അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞു ഒരു ആറ്റം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ആറ്റത്തിന് കേന്ദ്രസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് പേരെന്തുവാ? ആറ്റത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് പേരെന്തുവാ? ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനകത്ത് 2 മൗലിക കണങ്ങൾ, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെയാ? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ഇലക്ട്രോൺസ് എവിടെയാണെന്നാണ് പറഞ്ഞത്? ഇലക്ട്രോൺസ് എവിടെയാണെന്ന് പറഞ്ഞത്? അത് തന്നെ, ന്യൂക്ലിയസ് ചുറ്റുമുള്ള സഞ്ചാരപാത, അതിന് വിളിക്കുന്നവരാ ഓർബിറ്റൽ ഷെൽ, അതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി അറ്റോമിക് നമ്പർ എന്തോന്ന് നോക്കാം. ഇപ്പം അറിയാം, നിങ്ങളെ എങ്ങനെ തിരിച്ചറിയുന്നത്? ഇന്ന ആളെങ്ങനെ തിരിച്ചറിയുന്നത്? ഇവിടെ ഒരാളിരിപ്പുണ്ട്, അപ്പുറത്ത് ഒരാളിരിപ്പുണ്ട്, അവിടെ ഇയാളെ എങ്ങനെ തിരിച്ചറിയുന്നത്? പേരുണ്ട്, അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓരോ എലമെൻറ്റിനും ഓരോ നമ്പറുകളുണ്ട്, പേര് കൂടാതെ ഓരോ നമ്പറുകളുണ്ട്. ആ നമ്പറിന് വിളിക്കുന്ന ഒരു അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം അഡ്രസ് ഓഫ് ആൻ എലമെൻ്റ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് എല്ലാ അഡ്രസ്സുണ്ട്, അല്ലേ? ഇന്ന വീട്ടിലെ ഇന്നയുടെ മോൻ എന്ന് പറഞ്ഞ പോലെ ഇന്ന നമ്പറുള്ള സാധനം ഇന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുന്നത് ഇതാണ്, ഇപ്പം നമ്മൾ ഈ ഹൈഡ്രജൻ, അതിൻ്റെ അറ്റോമിക് നമ്പർ 1 എന്നാണ് പറയുന്നത്. ഒന്നെന്നാണ് പറയുന്നതല്ല, 1 ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഒന്നുള്ള ഏതൊരു ആറ്റം എടുത്താൽ, ഒരു അറ്റോമിക് നമ്പറുള്ള ഏതൊരു ആറ്റം എടുത്താലും അത് ഹൈഡ്രജനാണ്. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഒരു നമ്പറുണ്ട്, അത് അഡ്രസ്സ് ആയിരിക്കും. ആ എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അഡ്രസ്സ് ആയിരിക്കും. ആ നമ്പറിന് വിളിക്കുന്ന ഒരു അറ്റോമിക് നമ്പർ. ഈ അറ്റോമിക് നമ്പർ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്തുവാ? ഒരു ആറ്റത്തിൽ
എത്ര പ്രോട്ടോൺ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ആ രണ്ടിലേതെങ്കിലും ഒരു നമ്പർ അതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു ആറ്റോമിക് നമ്പർ. ദി നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺസ്, ഒന്നുകിൽ പ്രോട്ടോണിൻ്റെ എണ്ണോ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണോ, ഇത് രണ്ടിനെയും കൂടെ രണ്ടിലേതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ ഉദാഹരണം പറഞ്ഞോട്ടെ, ഹൈഡ്രജൻ്റെ ഒന്നും നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ഉണ്ട്, ഒന്നുണ്ട്. എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഒന്ന്. കണ്ടോ? അപ്പോൾ ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോണും ഉണ്ട്. ആറ്റോമിക് നമ്പർ എത്ര, ഒന്നാണ്. ഇപ്പം സോഡിയം പ്രോട്ടോൺ എത്ര ഉണ്ട്, എത്ര, 11. ഇലക്ട്രോൺ എത്ര ഉണ്ട്, 11. ഇലക്ട്രോണും 11. കേട്ടോ? അപ്പോൾ പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എണ്ണം അത് നമ്മൾ വിളിക്കുന്നവരെ അറ്റോമിക് നമ്പർ എന്ന് പറയും. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയോ, ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എണ്ണത്തിന് നമ്മൾ വിളിക്കുന്നത് അറ്റോമിക് നമ്പർ. ദി നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ എൻ ആറ്റം ഈസ് കോൾഡ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഏതിൻ്റെയൊക്കെ എണ്ണം കണ്ടുപിടിക്കാം, പ്രോട്ടോണിൻ്റെ കണ്ടുപിടിക്കാം, ഇലക്ട്രോണിൻ്റെ കണ്ടുപിടിക്കാം. അത് ഞാൻ ചോദിച്ചോട്ടെ, വേണ്ട, കാൽസ്യം അറ്റോമിക് നമ്പർ 20 ആണ്. കാൽസ്യം എത്ര അറ്റോമിക് നമ്പർ, 20. എത്ര പ്രോട്ടോൺ ഉണ്ട് അതിനകത്ത്, എത്ര ഉണ്ട്, 20 പ്രോട്ടോൺ. എത്ര ഇലക്ട്രോൺ ഉണ്ട് അതിനകത്ത്, എത്ര, 20 ഇലക്ട്രോൺ. കണ്ടോ? അപ്പോൾ പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെ എണ്ണം അതാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ നമ്മൾ എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അതിനകത്ത് ആരെയൊക്കെ അറിയാം, പ്രോട്ടോണിനെ അറിയാം, ഇലക്ട്രോണിനെ അറിയാം. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എണ്ണത്തിന് വിളിക്കുന്ന ഒരു അറ്റോമിക് നമ്പർ. ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ എൻ ആറ്റം ഈസ് കോൾഡ് അറ്റോമിക് നമ്പർ. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് മാസ് നമ്പറാണ്. മാസ് നമ്പർ മാസ് നമ്പറിനെ നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മാസ് നമ്പറിനെ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അറ്റോമിക് നമ്പറിന് ഏത് അക്ഷരമായിരുന്നു, ഇസഡ്. മാസ് നമ്പറിനെ എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ മാസ്സായിരിക്കും. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ ആരൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതൊക്കെ മൗലികണങ്ങൾ, ഏതൊക്കെ ഫണ്ടമെന്റൽ പാർട്ടിക്കിളാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിനകത്ത്, ഏതൊക്കെയാണ്, പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ഈ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെയും കൂടെ എണ്ണത്തിന് നമ്മൾ ചേർത്ത് പറയുന്ന പേരാ മാസ് നമ്പർ. ദി നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ പ്രസൻറ്റ് ഇൻ എൻ ആറ്റം ഈസ് കോൾഡ് മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ എണ്ണത്തിന് നമ്മൾ വിളിക്കുന്നവരാണ് മാസ് നമ്പർ. ഉദാഹരണത്തിന് സോഡിയം, അതിൻ്റെ മാസ് നമ്പർ 23 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അപ്പോൾ ന്യൂക്ലിയസിനകത്തെ കണങ്ങളാണ് ആരൊക്കെ, പ്രോട്ടോണും ന്യൂട്രോണും. ഇവ രണ്ടിൻ്റെയും കൂടെ എണ്ണം കളക്റ്റീവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ പ്രസൻറ്റ് ഇൻ ആറ്റം. ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും രണ്ടിൻ്റെയും കൂടെ എണ്ണം അതിനെ വിളിക്കുന്ന പേര് പിന്നെ മാസ് നമ്പർ. നമ്മൾ മുമ്പേ പറഞ്ഞ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം എന്ന് വേണമെങ്കിലും പറയാം മാസ് നമ്പർ. ഏതൊക്കെയാണ്, ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും. അവയെ രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വിളിച്ച പേരാണ് ഏതാ, ന്യൂക്ലിയ. അപ്പം ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം എന്ന് വേണേൽ പറയാം. എന്ത് മാസ് നമ്പർ എന്ന് പറയാം. മനസ്സിലായാലും ഇതാണ് മാസ് നമ്പർ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ബോർ ആറ്റം മാതൃക പഠിക്കണം. ആ ബോർ ആറ്റം മാതൃകയ്ക്ക് മുമ്പ് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഷെല്ലല്ലേ ഓർബിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഷെല്ല് എന്തുണ്ട്, ഒന്നാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്നവരാ കെ ഷെൽ, രണ്ടാമത്തെ ഷെല്ലിനെ വിളിക്കുന്നവരാ എൽ ഷെൽ, മൂന്നാമത്തെ ഷെല്ലിനെ വിളിക്കുന്നവരാ എം ഷെൽ, നാലാമത്തെ ഷെല്ലിനെ വിളിക്കുന്നവരാ എൻ ഷെൽ. KLMN ഇലക്ട്രോൺ അല്ല സോറി പിന്നെ ഷെൽ എന്താണെന്നാണ് പറഞ്ഞത്, ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത. ഏതിനു ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാതയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഓർബിറ്റ് അല്ലെ ഷെൽ എന്ന് വിളിക്കും. പിന്നെ ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് എം എൻ അല്ലേ, 4 ഷെല്ലുകൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പലതാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഷെല്ലിൽ ഒത്തിരി കൊള്ളത്തില്ല,
രണ്ടാമത്തെ ഷെല്ലിൽ അതിൽ കുറച്ച് കൊള്ളത്തില്ല. അല്ലെങ്കിൽ പല ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സമവാക്യമുണ്ട്. 2n² എന്ന് പറയും. 2n². ആണോ 2n². ആണോ. അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമുണ്ട്. അതാണ് 2n². n എന്ന് പറഞ്ഞാൽ എന്തുവാ? ഷെല്ലുകളുടെ എണ്ണം. ഏത് ഷെല്ലാണ്? ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ എന്നിന് വരെ എത്ര കൊടുക്കുന്നു അറിയാമോ? 1 എന്ന് കൊടുക്കുക. അത് തന്നെ. അപ്പം 2 × 1² കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് ഇലക്ട്രോൺ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്നിന് വരെ എത്ര കൊടുക്കണം? 1 എന്ന് കൊടുക്കണം. എന്നിന് വരെ 1 എന്ന്. അപ്പോൾ 2 × 1². അപ്പോൾ എങ്ങനെ വരും? 2 × 1. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ 2 × 1 2 ഇലക്ട്രോൺസ് കൊള്ളും. എവിടെ? ഒന്നാമത്തെ ഷെൽ. ഒന്നാമത്തെ ഷെൽ എവിടെ? ന്യൂക്ലിയസിൻ്റെ അവിടെ ചേർന്നുള്ള ഷെൽ. അതാണ് ഒന്നാമത്തെ ഷെൽ. അതിന് എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. ഇനി രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺ കൊള്ളും നോക്കാം. 2 × 2². എന്നിന് വരെ എത്ര വരും? 2 എന്ന് വരും. 2ൻ്റെ സ്ക്വയർ എത്ര? 2 × 2. 2ൻ്റെ സ്ക്വയർ എത്ര? 4. അപ്പം 2 × 4 എന്ന് വരും. അപ്പോൾ എത്ര ഇലക്ട്രോൺ കൊള്ളും? 8 ഇലക്ട്രോൺ കൊള്ളും. എവിടെ? രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കൊടുക്കും അല്ലേ. അടുത്ത മൂന്നാമത്തെ ഷെൽ ഏതാ? എം ഷെൽ. അപ്പോൾ എന്നിന് വരെ എത്ര കൊടുക്കും? 3 കൊടുക്കും. അപ്പോൾ 2 × 3ൻ്റെ സ്ക്വയർ. അപ്പോൾ 2 × 3ൻ്റെ സ്ക്വയർ എത്ര? 9, 18 ഇലക്ട്രോൺസ് കൊള്ളും. കണ്ടോ? മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺ കൊള്ളും? 18 ഇലക്ട്രോൺ കൊള്ളും. ഇപ്പോൾ എൻ ഷെല്ലില്ലേ, നാലാമത്തെ ഷെല്ലല്ലേ. അപ്പോൾ 2 × 4ൻ്റെ സ്ക്വയർ. അപ്പോൾ 2 × 16, 32 ഇലക്ട്രോൺ. ഇനി അഞ്ചാമത്തെ ഷെല്ല് കാണണമെങ്കിലോ 5 എന്ന് കൊടുക്കണം. ആറാമത്തെ ഷെല്ല് കാണണമെങ്കിലോ എന്നിന് വരെ 6 എന്ന് കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തെ ഷെല്ലിൽ 18, നാലാമത്തെ ഷെല്ലിൽ 32. ഇനി അഞ്ചാമത്തെ ഷെല്ലാണെങ്കിൽ 5ൻ്റെ സ്ക്വയർ എന്ന് വരും 50 വരും. മനസ്സിലായി? അപ്പോൾ ഓരോ ഷെല്ലിലും ഒരു ആറ്റത്തിൻ്റെ പല ഷെല്ലുകളുണ്ട്. അപ്പോൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമവാക്യമായിരുന്നു ഇത്. അത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലാകുമ്പോൾ 8 ഇലക്ട്രോൺസ്, തേർഡ് ഷെല്ലാകുമ്പോൾ 18 ഇലക്ട്രോൺസ്, ഫോർത്ത് ഷെല്ലാകുമ്പോൾ 32 ഇലക്ട്രോൺസ്. എഴുതിയെടുക്കുന്നുണ്ടോ? ഇത് ഉണ്ടോ? എഴുതിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ഷെൽസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഷെൽസ്. പല ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമവാക്യം നമ്മളിപ്പം പറഞ്ഞ് അതിനകത്തുള്ള ഇലക്ട്രോൺസ് ആണ് ഈ എഴുതിയേക്കുന്നത്. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ഷെല്ലെന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലാകുമ്പോൾ അടുത്ത ഷെൽ. മൂന്നാമത്തെ ഷെല്ലാകുമ്പോൾ തൊട്ടടുത്ത ഷെൽ അല്ലേ. എന്ന് പറഞ്ഞാൽ വരച്ച് കാണിക്കാമല്ലോ. ഇത് ന്യൂക്ലിയസ് ആണ്. ഇത് ഒന്നാമത്തെ ഷെൽ അല്ലേ. ഇത് രണ്ടാമത്തെ ഷെൽ, ഇത് മൂന്നാമത്തെ ഷെൽ, നാലാമത്തെ ഷെൽ. അങ്ങനെ വരും. കണ്ടോ? ഒന്നാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് അടുത്ത ഷെൽ, അതാണ് കെ ഷെൽ. പിന്നെ അടുത്തത് എൽ ഷെൽ, പിന്നെ എം, എൻ, അങ്ങനെ വരും. കേട്ടോ? അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഓക്കെ. ഇനി നമുക്ക് ബോർ മാതൃക വരയ്ക്കണം. ബോർ മാതൃക വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം പഠിക്കണം. ഇലക്ട്രോൺ വിന്യാസവും പഠിക്കണം. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഓരോ ആറ്റങ്ങളുടെ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പഠിച്ചാൽ നല്ലതായിരിക്കും. ഉദാഹരണത്തിനാണ് നോക്കി, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1. അപ്പോൾ അതിന് എത്ര ഷെല്ലുണ്ട്? നമ്മൾ KLMN അല്ലേ പഠിച്ചത്? KLMN ഇങ്ങനെ പഠിച്ചത്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ 8, പിന്നെ 18, 32 ഇങ്ങനെയല്ലേ പഠിച്ചത് അല്ലേ. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്ര? 1. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തോ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പ്രോട്ടോണുകളുടെയോ അല്ലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എത്ര? 1 പറയുന്നത്. അപ്പോൾ എത്രാമത് ഷെല്ല്? ഒരു ഷെല്ലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒറ്റ ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1 തന്നെ. ഇനി രണ്ടാമത്തെ അറ്റോമിക് നമ്പർ ഉള്ളത് ഹീലിയമാണ്. ഹീലിയം അറ്റോമിക് നമ്പർ 2. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്ര? ആദ്യം നമ്മൾ ഒന്നാമത്തെ ഷെല്ലിൽ കൊടുക്കും. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊടുക്കാം? 2 വരെ കൊടുക്കാം. ഇവിടെ എത്ര ഉള്ളായിരുന്നു? 1 ഉള്ളായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 1 കൊടുത്തുള്ളൂ. ഇവിടെ എത്ര ഉണ്ട്?
2 ഇലക്ട്രോൺ ഉണ്ട്. അതെവിടെ കൊടുക്കാം? ഒന്നാമത്തെ ഷെല്ലിൽ കൊടുക്കാം. കാരണം എന്താ? അവിടെ 2 ഇലക്ട്രോൺ കൊള്ളും. 2 കണ്ടോ? ഇനി മൂന്നാമത്തെ ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ് അല്ലേ? എത്ര ഇലക്ട്രോൺ ഒന്നാമത്തെ ഷെല്ലിൽ കൊള്ളും? എത്ര കൊള്ളത്തുള്ളൂ? 2 കൊള്ളത്തുള്ളൂ. അപ്പം 2 കൊടുത്തു. ബാക്കി എത്ര അധികം ഉണ്ട്? 3 2 പോയി എത്ര? 1. അത് അടുത്ത ഷെല്ലിൽ നമ്മൾ കൊടുക്കും. എൽ ഷെല്ലിൽ കൊടുക്കും. കണ്ടോ? ഇനി അടുത്തത് ബെറിലിയം അറ്റോമിക് നമ്പർ 4 ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര കൊടുക്കും നമ്മൾ? എത്ര കൊള്ളും? 2 കൊള്ളത്തുള്ളൂ. അപ്പം 2 കൊടുത്തു. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 2 ഉണ്ട്. അത് അടുത്ത ഷെല്ലിൽ കൊടുക്കും. കണ്ടോ? ഇനി അടുത്തത് ബോറോൺ ആണ്. 5 അറ്റോമിക് നമ്പർ. ഫസ്റ്റ് ഷെല്ലിൽ 2 കൊടുത്തു. അടുത്ത ഷെല്ലിലോ എത്ര? 3 കൊടുത്തു അല്ലേ? അപ്പം അങ്ങനെ താഴോട്ട് വന്നേ. ഇപ്പം അടുത്തത് കാർബൺ 6 ആണ്. 2 കൊടുത്തു. ബാക്കി എത്ര ഉണ്ട്? 4 അല്ലേ? നൈട്രജൻ 7. എത്ര കൊടുത്തു? 2 5 അല്ലേ? ഇങ്ങനെ പോയി. ഇതേണ്ട സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ നമ്മൾ എത്ര കൊടുക്കുന്നത്? എത്ര? 2 കൊടുക്കും. അടുത്ത ഷെല്ലിൽ എത്ര കൊടുക്കും? എത്ര കൊള്ളും? 8 എണ്ണം. 8 കൊടുക്കും. ബാക്കി എത്ര ഉണ്ട്? 8 2 എത്ര? 10. 8 + 2 10 ആണ്. ബാക്കി 1 ഇലക്ട്രോൺ ബാലൻസ്. അത് എത്ര എവിടെ കൊടുക്കും? അത് അടുത്ത ഷെല്ലിൽ കൊടുക്കും. എം ഷെല്ലിൽ കൊടുക്കും. കണ്ടോ? ഇതാണ് ഫോസ്ഫറസ് 15. പറഞ്ഞു. ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ എത്ര കൊള്ളും? ബാക്കി എത്ര ഉണ്ട്? 5 ആണ്. കണ്ടോ? അപ്പം ഇങ്ങനെയാണ്. ഇതിനെ വിളിക്കുന്നവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വിളിക്കുന്നത്. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയും. വിന്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? കൊടുക്കുക എന്നാ. എവിടെ കൊടുക്കുക? ഓരോ ഷെല്ലിലും കൊടുക്കുക. അയാൾ ഷെല്ലിലെ ഇലക്ട്രോൺ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ എണ്ണം കണ്ടുപിടിച്ചത്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊടുത്തു. അടുത്ത ഷെല്ലിൽ 8 എണ്ണം വരെ കൊടുക്കാം. അടുത്തതിനകത്ത് 18 വരെ കൊടുക്കാം. അടുത്തതിനകത്ത് 32 എണ്ണം വരെ കൊടുക്കാം. മനസ്സിലായി? അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 കൊള്ളത്തുള്ളൂ. 2 കൂടുതൽ ഇവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ എത്ര കൊള്ളത്തുള്ളൂ? 8 കൊള്ളത്തുള്ളൂ. 8 കൂടുതൽ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 8 കൊടുത്തു കഴിഞ്ഞ് ബാക്കി അധികമുള്ള അടുത്ത ഷെല്ലിൽ കൊടുക്കും. ഇവിടെ എത്ര വരെ കൊടുക്കാം? 18 വരെ കൊടുക്കാം. അതിൻ്റെ അധികമുള്ളത് അടുത്ത ഷെല്ലിൽ കൊടുക്കും. അപ്പോൾ ഇതിനെ വിളിക്കുന്നവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണിനെ വിന്യസിക്കുക. അപ്പോൾ ഇതിനെ വിളിക്കുന്നവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് കോമ ഇട്ട് എഴുതാം. ഇപ്പം ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,1. കേട്ടോ? അപ്പോൾ ഇതിൻ്റെ ചോദിക്കുകയാണെങ്കിലോ സോഡിയത്തിന് ചോദിക്കുകയാണെങ്കിൽ 2,8,1. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇലക്ട്രോണുകളെ ഓരോ ഷെല്ലിലും കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അതിനെ വിളിക്കുന്നവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മനസ്സിലായല്ലോ പറഞ്ഞേ? ഇനി നമുക്ക് ബോർ ആറ്റം മോഡൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ബോർ ആറ്റം മാതൃക വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമ്മളിവിടെ പറഞ്ഞതാണ്. എത്രയായിരുന്നു അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ആറ്റം മോഡൽ വരയ്ക്കാം. ശ്രദ്ധിക്കും. ആദ്യം നമ്മൾ വരയ്ക്കുന്ന ആറ്റത്തിൻ്റെ കേന്ദ്രം വരയ്ക്കണം. കേന്ദ്രത്തിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും. പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ? പ്രോട്ടോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 എന്നല്ലേ പറയുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ ആണ്. അപ്പോൾ പ്രോട്ടോൺ എത്ര? 3 ആണ്. 3p. കണ്ടോ? 3p എന്ന് എഴുതി. 3 പ്രോട്ടോൺ. അപ്പോൾ ഇത് ന്യൂക്ലിയസ് വരച്ചു. ആദ്യം അടുത്ത് വരയ്ക്കുന്ന നമ്മൾ ഒന്നാമത്തെ ഷെല്ല് വരച്ചു. കണ്ടോ? ഒന്നാമത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ അല്ലേ? നമുക്ക് ഡോട്ട് കൊണ്ട് വരയ്ക്കാം. കണ്ടല്ല, ഇത് ഡോട്ടാണ്. ഡോട്ട് ഇട്ട് വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റു മാർക്ക് ചെയ്യാം. ഒന്നീ ഡോട്ടോ അല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് ചെയ്യാം. അങ്ങനെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിനെ ഇങ്ങനെ വരയ്ക്കുന്നതിന് വിളിക്കുന്നവരെ ലൂയിസ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ വലിയ ക്ലാസ്സിൽ ഇവർ പഠിക്കാം. കേട്ടോ? അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അടുത്ത ഷെല്ലിൽ എത്ര ഉണ്ട്? 1 ഉണ്ട് അല്ലേ? 2 ഉണ്ട്. ഇതാണ് ലിഥിയത്തിൻ്റെ ബോർ മാതൃക. ഇതാണ് നമുക്ക് നൈട്രജൻ്റെ ഒന്ന് വരച്ചേ. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 അല്ലേ? ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ട്? 2. അടുത്ത ഷെല്ലിലോ ബാക്കി 5 അല്ലേ? അപ്പം നമ്മൾ ആദ്യം വരയ്ക്കുന്നത് പ്രോട്ടോൺ വരയ്ക്കും. 7 പ്രോട്ടോൺ. കണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഉണ്ട്? 2 എണ്ണം. സെക്കൻഡ് ഷെല്ലിൽ എത്ര ഉണ്ട്? 5 എണ്ണം കൊള്ളും. 2 3 4 5 എണ്ണം കൊള്ളും. കണ്ടോ? ഇതാണ് നൈട്രജൻ്റെ ബോർ മാതൃക.
ഇനി ഇതാണ് നോക്കിയേ, സോഡിയത്തിൻ്റെ വരയ്ക്കാം അല്ലെങ്കിൽ ക്ലോറിൻ്റെ വരയ്ക്കാം. ക്ലോറിൻ 17. അപ്പം പറഞ്ഞ ഒന്നാമത്തെ ശല്യം എത്ര കൊള്ളും? 2 കൊള്ളും. രണ്ടാമത്തെ ശല്യം എത്ര എണ്ണം കൊള്ളും? എത്ര? 8 എണ്ണം കൊള്ളും. ബാക്കി എത്ര ഉണ്ട്? 8 2 10. 8 + 2 10 ആണ്. ബാക്കി എത്ര ഉണ്ട്? 7 ഇലക്ട്രോൺസ്. അത് മൂന്നാമത്തെ ശല്യം കണ്ടോ. അപ്പം നമ്മൾ വരയ്ക്കുന്നത് ആദ്യം ന്യൂക്ലിയസ് വരയ്ക്കും, 17p കണ്ടോ. ഒന്നാമത്തെ ഷെല്ല് നമ്മൾ വരച്ചു 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ല് വരച്ചു 8 ഇലക്ട്രോൺ 3. 8 ഇലക്ട്രോൺസ്. മൂന്നാമത്തെ ഷെല്ല് നമ്മൾ വരച്ചു 7 ഇലക്ട്രോൺസ്. സോ 1 2 3 4 5 6 7. ഇതാണ് ബോർ മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എഴുതി കഴിഞ്ഞ് നമ്മൾ ബോർ മോഡൽ വരയ്ക്കണം. സെൻട്രലിൽ നമുക്ക് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം തരുക. ന്യൂട്രോണിൻ്റെ തരുവാണെങ്കിൽ മാത്രം നമ്മൾ എഴുതുക, അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ തരുവാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ മാത്രം തന്നിട്ടുള്ളെങ്കിൽ ഇങ്ങനെ എഴുതുക കേട്ടോ. ഇതാണ് ബോർ മാതൃക എന്ന് പറയുന്നത്, ബോർ ആറ്റം മോഡൽ. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു മൂലകത്തിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക സൂചിപ്പിക്കുന്നത്, എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ സോഡിയം എടുക്കും. സോഡിയം ഒന്ന് സിമ്പിൾ ഇങ്ങനെ എഴുതാൻ കാരണം എന്താ? എന്നെന്ന് എഴുതാൻ കാരണം എന്താ? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലോ. എന്താ നേട്രിയം. സോഡിയത്തിൻ്റെ ലാറ്റിൻ പദമായ നേട്രിയത്തിൽ നിന്നാണ് ഈ സിമ്പിൾ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്നെന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ഒരു എലമെൻ്റ് അല്ലെ മൂലകത്തിന് ഇങ്ങനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മൂലകത്തിൻ്റെ ഇടതുവശത്തായിട്ട് അറ്റോമിക് നമ്പർ എഴുതും, മുകളിലായിട്ട് എന്തു എഴുതും? മാസ് നമ്പർ എഴുതും കണ്ടോ. എല്ലാം ഇതിനെ എങ്ങനെ എഴുതാം? ഇപ്പം Na ഇത് എഴുതിയിട്ട് ഇവിടെ Z എന്ന് എഴുതാം, ഇവിടെ A എന്ന് എഴുതാം കണ്ടോ. Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറും A എന്ന് പറയുന്നത് മാസ് നമ്പർ. അപ്പോൾ ഒരു എലമെൻ്റ് എഴുതിയിട്ട്, ഇപ്പോൾ ഒരു എലമെൻ്റ് എക്സ് എന്ന എലമെൻ്റ് എഴുതിയിട്ട് ZA എന്ന് എഴുതിയാൽ, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പരും M എന്ന് എഴുതിയാൽ മാസ് നമ്പർ കേട്ടോ. ചിലപ്പോൾ ഈ അറ്റോമിക് നമ്പർ ഇപ്പുറത്ത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പം താഴെ എഴുതണം, ഒന്ന് ഇടതുവശത്തോ വലതുവശത്തോ താഴെയായിട്ട് എഴുതണം. അപ്പോൾ ഇതാണ് അറ്റോമിക് നമ്പരും മാസ് നമ്പർ. മനസ്സിലായി? അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ താഴെ ഇടതുവശത്തായിട്ട് കിടക്കുന്നത് അറ്റോമിക് നമ്പരും, മുകളിൽ കിടക്കുന്നത് മാസ് നമ്പറും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു, ഈ സോഡിയത്തിനെ തന്നെ എടുത്തേ. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇങ്ങനെ ഒരു മൂലകം തന്നിട്ട് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മൂലകത്തിനെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് വയ്ക്കും. താഴെ ആരാ കിടക്കുന്നത് നമ്മൾ പറഞ്ഞ അറ്റോമിക് നമ്പർ, മുകളിലാരാ മാസ് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ എന്താ? പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എണ്ണത്തിന് വിളിക്കുന്നവരെ എന്തുവാ? അറ്റോമിക് നമ്പർ. അപ്പോൾ പ്രോട്ടോൺ എത്ര? ഇവിടെ എത്ര? 11. വെരി ഗുഡ്, 11. ഇലക്ട്രോൺ എത്ര? 11. അപ്പോൾ പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എണ്ണം രണ്ടിൻ്റെ എണ്ണം വരാം, ഒന്നിച്ചല്ല, രണ്ടിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ എണ്ണം അതിന് വിളിക്കുന്നത് അറ്റോമിക് നമ്പർ. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ 11, ഇലക്ട്രോണും 11. ഇനി മേളിൽ ആരാ കിടക്കുന്നത്? അത് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെയാണ് മാസ് നമ്പർ? മുമ്പ് നമ്മൾ പറഞ്ഞാണല്ലോ, ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണമായി കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് നമുക്ക് കണ്ടുപിടിക്കാം? ന്യൂട്രോണിൻ്റെ കണ്ടുപിടിക്കാം. അപ്പോൾ ന്യൂട്രോണിൻ്റെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം. മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കും? ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെ എണ്ണം കുറയ്ക്കും. അപ്പോൾ 23 മൈനസ് 11 = 12. കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നത്? പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടുപിടിക്കും. ഇനി ഒരെണ്ണം നമ്മൾ ചെയ്തില്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാമല്ലോ. എങ്ങനെ എഴുതും? 2 സെക്കൻഡ് ഷെല്ലി 8 തേർഡ് ഷെല്ലി 1 ഉണ്ടോ. അപ്പോൾ പ്രോട്ടോൺ 11, ഇലക്ട്രോൺ 11, ന്യൂട്രോൺ 12. എന്നാണ് ക്ലോറിൻ അറ്റോമിക് നമ്പർ 1735 മാസ് നമ്പർ. അപ്പോൾ അങ്ങനെ പറഞ്ഞേ, പ്രോട്ടോൺ എത്ര?
പ്രോട്ടോൺ 17, പിന്നെ ഇലക്ട്രോൺ 17, പിന്നെ ന്യൂട്രോണിൻ്റെ എണ്ണം എത്ര? ന്യൂട്രോണിൻ്റെ എണ്ണം കാണണമെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ഈക്വൽ ടു 8. കേട്ടോ, എല്ലാത്തിനും എണ്ണം കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലെ തന്നിട്ട് നമുക്ക് ബോർ മാതൃക വരയ്ക്കാൻ വേണേൽ ചോദിക്കാം. അപ്പം നമ്മൾ അറ്റോമിക് നമ്പർ എടുത്തിട്ട് ഈ അറ്റോമിക് നമ്പർ എടുക്കുക 2, 8, 7 ഇത് എഴുതിയിട്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതണം. എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് വരച്ച പോലെ ബോർ മാതൃക വരയ്ക്കണം. പിന്നെ പ്രോട്ടോണിൻ്റെ, ന്യൂട്രോണിൻ്റെ, ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. കേട്ടോ, അപ്പോൾ ഇങ്ങനെയാണ് മാസ് നമ്പറും അറ്റോമിക് നമ്പറിൽ എഴുതി സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ മാസ് നമ്പറിന് ഇവിടെ വേണമെങ്കിലും എഴുതാം, വലത് സൈഡിൽ വേണമെങ്കിലും എഴുതാം. കേട്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ എലമെൻറ്റ് അല്ലെങ്കിൽ മൂലകത്തിൻ്റെ സിമ്പൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. താഴെ അറ്റോമിക് നമ്പർ, മുകളിൽ മാസ് നമ്പറും. അതിനകത്തുനിന്ന് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും നമുക്ക് കണ്ടുപിടിക്കാം. ബോർ ആറ്റം മാതൃക ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് നമുക്ക് വരയ്ക്കുന്നതിന് സാധിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ഐസോടോപ്പുകൾ എന്ന് നോക്കാം. ഐസോടോപ്സ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു, 1H1, 1H2, 1H3. കണ്ടോ, ഇത് ഹൈഡ്രജൻ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ഞാൻ ഈ വരച്ചേക്കുന്നു അല്ലേ? താഴെ എഴുതിയേക്കുന്നത് എന്താ? ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എന്താ? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറാണ് താഴെ എഴുതി. മുകളിൽ എഴുതിയേക്കുന്നത് ഏതാ? മാസ് നമ്പർ എഴുതിയേക്കുന്നത് അല്ലേ? അപ്പോൾ ഒരേ അറ്റോമിക് നമ്പരാണ്, പക്ഷെ മാസ് നമ്പർ എന്തുവാ? വ്യത്യാസമാണ്. അപ്പോൾ ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ എലമെൻറ്റ്, സെയിം എലമെൻറ്റ്സ് നമ്മൾ വിളിക്കുന്നവരെ ഐസോടോപ്സ്. അപ്പോൾ ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്സ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ്. സെയിം അറ്റോമിക് നമ്പരും ഡിഫറെൻറ്റ് മാസ് നമ്പറുമുള്ള ഒരേ എലമെൻറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കും. എന്തുവാ? ഐസോടോപ്പ്. അപ്പോൾ സെയിം എലമെൻറ്റ്സ് ആണ്, സെയിം അറ്റോമിക് നമ്പർ, പക്ഷെ എന്തായിരിക്കും? ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. ഇത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ കാണും പേര് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. കണ്ടോ, ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതെന്ന് ചോദിച്ചാൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇവയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പ്. നമുക്ക് പ്രോട്ടോണിൻ്റെ, ന്യൂട്രോണിൻ്റെ, ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്ന് എഴുതി നോക്കാം. ഇവിടെ പ്രോട്ടോൺ എത്ര ഉണ്ട്? 1. ഇവിടെ പ്രോട്ടോൺ എത്ര ഉണ്ട്? 1. പ്രോട്ടോൺ എത്ര ഉണ്ട്? 1. ഇവിടെ ഇലക്ട്രോൺ എത്ര ഉണ്ട്? 1. ഇവിടെ 1. ഇവിടെ ന്യൂട്രോൺ എത്ര ഉണ്ട്? ന്യൂട്രോൺ എങ്ങനെയാണ് മുമ്പേ കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കും. അപ്പോഴെന്ത് കിട്ടുന്നത്? ന്യൂട്രോൺ കിട്ടും. അപ്പോൾ ഇവിടെ എത്ര ന്യൂട്രോൺ ഉണ്ട്? 1 - 1. 1 - 1 എത്ര? 0. ഇവിടെ എത്ര ന്യൂട്രോൺ ഉണ്ട്? 2 - 1, 1. ഇവിടെ എത്ര ന്യൂട്രോൺ ഉണ്ട്? 3 - 1, 2. ഉണ്ടോ? അപ്പോൾ ഇവിടെ പ്രോട്ടോണിൻ്റെ, ഇലക്ട്രോണിൻ്റെ എണ്ണം എല്ലാം സെയിമാണ്. പിന്നെ ഇതിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം. കണ്ടോ, ഇപ്പം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഐസോടോപ്പുകൾ അവയുടെ സ്വഭാവം കാണിക്കുന്നത്. ഐസോടോപ്പ്. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ, സെയിം എലമെൻ്റ്, ഡിഫറൻറ്റ് മാസ് നമ്പർ. അതിന് വിളിക്കുന്നത് ഐസോടോപ്പുകൾ എന്ന് വിളിക്കും. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഇപ്പോൾ നമ്മൾ എഴുതിയത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. മനസ്സിലായി? വേണ്ട, കാർബണിൻ്റെ ഐസോടോപ്പുകൾ തരാം. കാർബൺ 612, കാർബൺ 613, കാർബൺ 614. കണ്ടോ, ഇത് കാർബണിൻ്റെ ഐസോടോപ്പുകൾ. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. എലമെൻറ്റ്സ് സെയിമാണ്, മൂലകങ്ങൾ സെയിമാണ്. കാർബൺ അറ്റോമിക് നമ്പർ സെയിമാണ്, മാസ് നമ്പർ വ്യത്യാസം. മനസ്സിലായി? അപ്പോൾ സെയിം എലമെൻറ്റ്സ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ് ആർ കോൾഡ് ഐസോടോപ്പ്. സെയിം എലമെൻറ്റ്സ് ആണ്, സെയിം അറ്റോമിക് നമ്പറാണ്, ഡിഫറെൻറ്റ് മാസ് നമ്പറാണ് നമ്മൾ വിളിക്കുന്നത് ഐസോടോപ്പുകൾ എന്ന് വിളിക്കും. കേട്ടല്ലോ, ഐസോടോപ്പ്. ഈ കാർബൺ 14 എന്ന് പറയുന്ന ഐസോടോപ്പ് ഉണ്ട്, C40. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഫോസിൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പണ്ട് പുരാതന കാലത്തെയുള്ള സാധനങ്ങൾ അല്ലേ? മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചിരിക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ ഫോസിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോസിൽസിൻ്റെ കാലപ്പഴക്കം എത്ര വർഷം മുമ്പ് ജീവിച്ചിരുന്നു അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഇത് കാർബൺ 14 ഐസോടോപ്പ്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ അയോഡിൻ 131, ഡയഡിൻ 131, കൊബാൾട്ട് 60.
അയഡിൻ 131, കൊബാൾട്ട് 60. ഇതൊക്കെ നമ്മൾ ക്യാൻസർ, ട്യൂമർ, അതുപോലെ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് അയഡിൻ 131 കൊബാൾട്ട് 60 ഒക്കെ. മനസ്സിലായോ? ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഫോസ്ഫറസ് 31 ഉണ്ട്. ഫോസ്ഫറസിൻ്റെ സിമ്പിൾ പി ആണ്. ഫോസ്ഫറസ് 31 എന്ന് പറയുന്ന സാധനം ട്രേസർ ടെക്നിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ സസ്യങ്ങളിലെ അതിൻ്റെ പിന്നെ വളർച്ചയ്ക്ക് ആവശ്യമായ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേസർ ടെക്നിക്ക്. അപ്പോൾ ട്രേസർ ടെക്നിക്ക് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31 എന്ന് പറയുന്ന സാധനം. പറഞ്ഞ് മനസ്സിലായോ? ഇതാണ് ഐസോട്ടോപ്പുകൾ. അപ്പോൾ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എലമെൻറ്റ്സ് ആണ്, സെയിം അറ്റോമിക് നമ്പറാണ്, ഡിഫറെൻറ്റ് മാസ് നമ്പറാണ്. പിന്നെ നമ്മളിപ്പോൾ 3 ഐസോട്ടോപ്പുകളെ കുറിച്ച് പഠിച്ചു. കാർബൺ 14 ഫോസിൽസിൻ്റെ ഏജ് നിർണ്ണയിക്കാൻ വേണ്ടി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇവിടെ ഇത് രണ്ടും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന, ഇത് നമ്മൾ പ്ലാന്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ചയെ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഫോസ്ഫറസ് 31 എന്ന് പറയുന്ന സാധനം. ഇതാണ് ഐസോട്ടോപ്പ്. ഐസോബാറാണ് അടുത്ത നമ്മൾ പഠിക്കുന്നത്. ഐസോബാറാണ്. ഐസോബാറിനായിട്ട് 2 എലമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൽസ്യം, ആർഗൺ. താഴെ അറ്റോമിക് നമ്പർ കൊടുത്തേക്കുന്നു, മുകളിൽ മാസ് നമ്പർ കൊടുത്തേക്കുന്നു. ഇത് നിങ്ങൾക്ക് കണ്ടെത്താൻ എന്താ പറയുക? ഡിഫറൻറ്റ് എലമെൻറ്റ്സാണ് പല. ഇവിടെ ആർഗണും കാൽസ്യം, മാസ് നമ്പർ സെയിം കേട്ടോ. അപ്പം സെയിം മാസ് നമ്പറും ഡിഫറൻറ്റ് അറ്റോമിക് നമ്പരും ഡിഫറൻറ്റ് എലമെൻറ്റ്സും അതിന് വിളിക്കുന്ന ഒരു ഐസോബാർ. അപ്പോൾ ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ, ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ, ഡിഫറൻറ്റ് എലമെൻറ്റ്സ്. ഇതായിട്ട് ഇവിടെ കണ്ടോ, നൈട്രജന് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ്റെ ഓക്സിജൻ്റെ മാസ് നമ്പർ ഇവിടെ കൊടുത്തേക്കുന്നത് 14, അറ്റോമിക് നമ്പർ നൈട്രജൻ്റെ 7, ഓക്സിജൻ്റെ 8 ആണ്. ഡിഫറൻറ്റ് എലമെൻറ്റ്സ് ആണ്. അപ്പം സെയിം മാസ് നമ്പർ, ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ, ഡിഫറൻറ്റ് എലമെൻറ്റ്സ്, ഇവയെ നമ്മൾ വിളിക്കുന്നത് ഐസോബാറുകളെന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്ന ഇത്രയുമാണ്. മിക്കവാറും ക്ലാസ്സുകൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. എൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ ചാനലിനകത്തുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. ഈ നമ്മൾ എവിടെ കെമിസ്ട്രി പഠിക്കുന്നോ മുമ്പോട്ടുള്ള കെമിസ്ട്രിയുടെ പഠനത്തിൽ നമ്മുടെ ഈ ചാപ്റ്റർ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മാസ് നമ്പറും അറ്റോമിക് നമ്പറും